രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ട ഭൂമി ഇന്ന് ആയിരങ്ങൾക്ക് അന്നം നൽകുന്ന ഇടം കൂടിയാണ്. ചെറുതോ വലുതോ ആയ തൊഴിലുകളുമായി ഈ ക്ഷേത്ര നഗരത്തിൽ എത്തി ജീവിതം കരുപിടിക്കുന്നതിൽ അന്യനാട്ടുകാർ പോലുമുണ്ട്. ജനം TV ഡൽഹി ചീഫ് എസ് ശ്രീകാന്തും ക്യാമറമാൻ കൃഷ്ണകുമാറും പകർത്തിയ അയോധ്യ ജീവിത കാഴ്ചകൾ കാണാം. അയോധ്യ ഒന്നാകെ ഭക്തിമയമാണെങ്കിലും കാഴ്ചകൾക്ക് ഒട്ടും തന്നെ പഞ്ഞമില്ല. രാത്രിയും പകലുമൊക്കെ തന്നെ ഇവിടുത്തെ തെരുവീതികൾ സജീവമാണ്. ആ കാഴ്ചകളിലേക്ക് ഭയ്യ ജാओ. ഒരു കാലത്ത് പോരാട്ടഭൂമിയായിരുന്നു അയോധ്യ. അതിനുമപ്പുറം പട്ടിണിയും പരിവട്ടവും ആ പ്രദേശത്തെ ആകെ വരിഞ്ഞു മുറുക്കിയിരുന്നു. അയോധ്യ വിട്ട് പുറത്തു പോകാതെ ജീവിതമാർഗം കണ്ടെത്താൻ ആകില്ലെന്നതായിരുന്നു അവസ്ഥ. അതിന് മാറ്റം വന്നതാകട്ടെ രാം ജന്മഭൂമി ശിലാന്യാസത്തോടെ. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിക്ക് കീഴിൽ അയോധ്യ അടിമുടി മാറി. ഭക്തി അന്നത്തിനു കൂടി വഴി തുറക്കുന്ന മനോഹര കാഴ്ച. ചെറുതും വലുതുമായ തൊഴിലെടുത്ത് അന്നത്തിന് വക കണ്ടെത്തുന്നത് ആയിരങ്ങൾ. രാവും പകലുമെന്ന് വ്യത്യാസമില്ല. അയോധ്യ സദാ സജീവമാണ്. തീർത്ഥാടകർ, തെരുവോര കച്ചവടക്കാർ, ഹോട്ടലുകൾ, ക്ഷേത്ര സംബന്ധമായ വസ്തുക്കൾ വിൽക്കുന്നവർ, അങ്ങനെ രാമന്റെ മണ്ണിൽ ആർക്കും അന്നം മുട്ടുന്നില്ല. ഇന്ന് അയോധ്യ വിട്ട് ആരും തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നില്ല. അന്യനാട്ടുകാർ പോലും ഈ പുണ്യനഗരിയിലേക്കാണ് അന്നം തേടിയെത്തുന്നത്. 5 വർഷം കൊണ്ട് ഒരു നാടിനുണ്ടായത് സങ്കല്പിക്കാൻ കഴിയാത്ത മാറ്റം. സദാ സജീവമാണ് അയോധ്യയിലെ തെരുവുകൾ. കാഴ്ചകൾ അവസാനിക്കുന്നുമില്ല. അപ്പോൾ അയോധ്യയിലേക്ക് വണ്ടി കയറുമല്ലേ? ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, അയോധ്യ.